IPL ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യ തോൽവിയാണ് നേരിട്ടിരിക്കുന്നത്. വിശാഖപട്ടണത്തെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 20 റൺസിനായിരുന്നു ചെന്നൈയുടെ തോൽവി. 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസാണ് നേടാനായത്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണി സീസണിൽ ആദ്യമായി ബാറ്റിംഗിനെത്തിയ മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. ഡൽഹിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ പോരാട്ടവീര്യമാണ് ഡൽഹിയെ മികച്ച ഒരു സ്കോറിലേക്ക് ഇന്നലെ നയിച്ചത്. അർദ്ധ സെഞ്ചുറിയുമായി ഋഷഭ് പന്ത് കളം നിറഞ്ഞപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് 192 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഡൽഹിക്ക് ഉയർത്താനായത്. മറുപടി ബാറ്റിംഗിൽ മോശം തുടക്കമായിരുന്നു ചെന്നൈക്ക് നേരിട്ടത്. ഗേക്വാദും രജിൻ രവീന്ദ്രയും നിറം മങ്ങിയതോടുകൂടി സ്കോർ ബോർഡിന്റെ വേഗം കുറയുകയായിരുന്നു. അജിൻക്യ രഹാനെയും ഡാരൽ മിച്ചലും ചേർന്ന് ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ സമീർ ഋഷിക്കും ശിവം ദുബെയ്ക്കും തിളങ്ങാനാവാതെ വന്നപ്പോൾ ജഡേജയെ കൂട്ടുപിടിച്ചുകൊണ്ട് ധോണി അവസാനം ഒരു ചെറുത്തുനിൽപ്പിന് തന്നെ തയ്യാറാവുകയായിരുന്നു. വിജയലക്ഷ്യം എത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറമായിട്ടും വിൻറ്റേജ് ധോണിയുടെ ബാറ്റിംഗ് പെർഫോമൻസ് ആരാധകർക്ക് മറ്റൊരു കാഴ്ചയുടെ വിസ്മയം തന്നെയാണ് ഇന്നലെ ഒരുക്കിയത്. 16 പന്തുകളിൽ നിന്ന് 3 സിക്സറുകളും 4 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ധോണിയുടെ ഇന്നിംഗ്സ്. ധോണിയുടെ പോരാട്ട വീര്യം ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകം കണ്ട മത്സരമായാണ് ഇന്നലത്തെ ചെന്നൈ ഡൽഹി മത്സരം മാറിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ടീമിന്റെ വിജയലക്ഷ്യത്തെ സംബന്ധിച്ച് അധികം വൈകിയതായിരുന്നു. ഒരുപക്ഷെ ധോണി കുറച്ചുകൂടി ബാറ്റിംഗിൽ ടോപ്പ് ഓർഡറിലേക്ക് എത്തിയിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതിയെ അത് ബാധിച്ചേനെയെന്ന് ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മത്സരശേഷം പറഞ്ഞിരുന്നു. മഹിബായിയുടെ ബാറ്റിംഗ് തികച്ചും അസാധാരണമായി തന്നെയാണ് കാണപ്പെട്ടത്. വിജയം നേടാനായി സാധിച്ചതിൽ സന്തോഷമുണ്ടായെന്നും മികച്ച തിരിച്ചറിവ് തങ്ങൾ നടത്തുമെന്നുമാണ് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഇന്നലെ മത്സരശേഷം പറഞ്ഞത്.